കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് ഓരോ വർഷവും വനിതാ ക്രിക്കറ്റിൽ പുതിയ പുതിയ താരോദയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മിന്നുമണി, സജന സജീവൻ, നജ്ല, ഇപ്പോഴിതാ ജോഷിത ഒരു ലോകകപ്പുമായി വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അണ്ടർ-19 ലോക കിരീടം നേടിയ ഇന്ത്യൻ വനിതാ അണ്ടർ-19 2020 ടീമിലെ അംഗമായിരുന്നു. ആദ്യ കളി മാൻ ഓഫ് ദ മാച്ച് ആയിരുന്നു. അതെ, വെസ്റ്റ് ഇൻഡീസിൻ്റെ കൂടെയുള്ള ആദ്യ കളി 2 വിക്കറ്റ് അടുപ്പിച്ചുള്ള 2 ബോളിൽ 2 വിക്കറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ മാൻ ഓഫ് ദ മാച്ച് ആയിരുന്നു ഫസ്റ്റ് കളി. എങ്ങനെയായിരുന്നു ഈ ഇന്റർനാഷണൽ ക്രിക്കറ്റിലൊരു എക്സ്പീരിയൻസ്? ഏഷ്യ കപ്പ്, അത് കഴിഞ്ഞ് വേൾഡ് കപ്പ്. ഏഷ്യ കപ്പ് കഴിഞ്ഞ് അധികം സമയം ഉണ്ടായിരുന്നില്ല വേൾഡ് കപ്പിലേക്ക്. ഞങ്ങൾ കുറച്ച് ദിവസത്തെ ക്യാമ്പേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ വേൾഡ് കപ്പിലേക്ക് നേരെ എത്തിയായിരുന്നു. പക്ഷേ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ വേൾഡ് കപ്പാണ്, അതിൻ്റെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളുടെ സപ്പോർട്ട് സ്റ്റാഫ് അത്രയും നല്ലതായിരുന്നു, ഞങ്ങളുടെ ടീം അതിനും മികച്ചതായിരുന്നു. അതുകൊണ്ട് ടെൻഷനൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ നിന്ന് അക്കാഡമിയിൽ നിന്നുള്ള ആളുകളെ കൊണ്ട് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമൊക്കെ നിറയോ? സാധ്യതയുണ്ട്. ഇനിയും വരുന്ന കാലങ്ങളിൽ ഇവിടുന്ന് തന്നെ കുറേ പേര് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഞാനിപ്പോൾ മിന്നോടും സജനയോടും ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, ഈ സ്റ്റേഡിയം നിങ്ങളുടെയൊക്കെ കരിയറിൽ, ഈ സ്റ്റേഡിയവും ഇവിടുത്തെ സംവിധാനങ്ങളും എത്രത്തോളം നിങ്ങളെയൊക്കെ ഈ ഒരു കരിയറിന് സഹായമായി? ഈ സ്റ്റേഡിയം ഇല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ഒരു പ്ലെയർ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ല. ഈ സ്റ്റേഡിയത്തിൽ നിന്ന് സപ്പോർട്ടാണ്. ഇവിടെ എപ്പോൾ ചോദിച്ചാലും ഞങ്ങൾക്ക് ഗ്രൗണ്ട് ഒരുക്കി തരും. ഇവിടുത്തെ മച്ചാൻ സാറാണേലും വളരെ സപ്പോർട്ടാണ്. ഞങ്ങളുടെ അക്കാഡമി, അജിത ആൻറ്റി, റീന മാം എല്ലാവരും ഒരുപാട് സപ്പോർട്ടാണ്. ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നൊരു നിലയിൽ എത്തിയിരിക്കുന്നത്. ഇനിയും ഒരുപാട് പ്ലേയേഴ്സിനെ വെച്ച് ഞങ്ങൾ ഇതുപോലെ എടുക്കേണ്ടി വരും. അതെ, ഇനിയും കുറേ പേര് വരാനുണ്ട്. ഇനി WPL ആണ് അല്ലേ? അതൊരു ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോം. അതെ, എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ റോയൽ ചാലഞ്ചേഴ്സിന് വേണ്ടിയല്ലേ കളിക്കാൻ പോകുന്നത്? അതെ, എനിക്ക് കഴിയുന്നതിൽ പരമാവധി ഞാൻ അവിടെ ഇതാക്കാൻ നോക്കും. 11-ൽ കളിക്കാൻ പറ്റിയ അത്രയും സന്തോഷം. ഞാൻ കിട്ടുന്ന ചാൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ നോക്കും. ഫേസ് ബോളിംഗ് ഓൾറൗണ്ടർ അല്ലേ? ഫേസ് ബോളിംഗ് ഓൾറൗണ്ടർ. ജോഷിത, ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. WPL ആണ് തൊട്ട് മുന്നിലുള്ളത്. അത് കഴിഞ്ഞ ഇന്ത്യൻ സീനിയർ ടീമുണ്ട്. അത്തരത്തിൽ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള വനിതാ ക്രിക്കറ്റ് താരമാണ് ജോഷിത. കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ ഒരു സ്വീകരണമൊക്കെ കഴിഞ്ഞ് ഇനി വീണ്ടും WPL-ൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ടീമിനൊപ്പം ചേരാനായി പോവുകയാണ് ജോഷിത. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.